അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ നമസ്കാരങ്ങൾക്കും, പ്രത്യേകിച്ച് ഇശാ നമസ്കാരത്തിനും സുബ്ഹി നമസ്കാരത്തിനും അടക്കം സ്ത്രീകൾ പോയിരുന്നെന്നും ഫിത്നകൾ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പരിഹരിക്കുക എന്നല്ലാതെ പള്ളിയിൽ വരരുത് എന്ന് വിലക്കിയിട്ടില്ല എന്നും ഇങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. സമസ്തയുടെ മുതിർന്ന മുഫ്തിയായിരുന്ന സദഖത്തുള്ള മുസ്ലിയാരുടെ ഫത്വയും നമ്മൾ ഇന്നലെ വായിച്ചു. ഇതൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകളുടെ മുമ്പിൽ ചെറിയൊരു പൊടിക്കൈ ഉപയോഗിക്കാറുണ്ട് ഇവർ. അതായത് മുമ്പ് കാലത്തൊക്കെ പോയിരുന്നു, പക്ഷെ പിന്നീട് ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷം അവരാരും പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ ആളുകളുടെ ധാരണ ഹിജാബിൻ്റെ ആയത്ത് എന്നത് സ്ത്രീകളെ പള്ളിയെ തടയാനുള്ള ആയത്താണ് എന്നും അതിനുശേഷം പിന്നീട് സ്ത്രീകൾ പള്ളിയെ തൊട്ട് തടയപ്പെട്ടുമെന്നുമുള്ള ഒരു പെരും കളവ് ഇവിടെ ഈ ആളുകൾ പുരോഹിതന്മാർ പറയാറുണ്ട്. നിങ്ങൾ നോക്കൂ, ഹിജാബിൻ്റെ ആയത്ത് ഏതാണ് എന്നും അതിൻ്റെ വിശദാംശം എന്താണ് എന്നും ആദ്യം നമ്മളൊന്ന് പരിശോധിക്കാം. സൂറത്തുൽ അഹ്സാബിലെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് വിശുദ്ധ ഖുർആനിൽ 53-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്ത്, ആ ആയത്താണ് ഹിജാബിൻ്റെ ആയത്ത്. ആ ആയത്ത് നിങ്ങൾ കേട്ടോളൂ. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂത്തൻ നബിയ്യി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാദിരീന ഇനാഹു വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ ഫഇദാ തുഇംതും ഫന്തശിറൂ വലാ മുസ്തഅനിസീന ലിഹദീസിൻ ഇന്ന ദാലിക്കും കാന യുഅ്ദിൻ നബിയ്യ ഫയസ്തഹീ മിൻകും വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ് വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലിക്കും അത്ഹറു ലിഖുലൂബിക്കും വഖുലൂബിഹിന്ന വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ് വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ ഇന്ന ദാലിക്കും കാന ഇൻദല്ലാഹി അലീമാ. ഇതിൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ. സത്യവിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. അത് ഭക്ഷണം പാകമാകുന്നത് വരെ നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യരുത്. പക്ഷെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലണം. ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യണം. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും അരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോട് അത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നുണ്ട്. സത്യം പറയുന്ന കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു ലജ്ജയും തോന്നുകയില്ല. നിങ്ങൾ അവരോട്, അതായത് നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ മറയുടെ പിന്നിൽ നിന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൂതന് ശല്യമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് പാടില്ലാത്തതാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിങ്കൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആയത്തും നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് ഹിജാബിൻ്റെ ആയത്ത്. ഇതാണ് ഹിജാബിൻ്റെ ആയത്ത്. എല്ലാ തഫ്സീറുകളിലും ഇത് പറയുന്നുണ്ട്. ഹാദിഹി ആയത്തുൽ ഹിജാബ്, ഇതാണ് ഹിജാബിൻ്റെ ആയത്ത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യുന്ന ദിവസം, വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില സഹാബിമാർ അവിടെ തന്നെ ഇരിക്കുകയും ആ ഇരിക്കുന്ന സഹാബിമാർ പിരിഞ്ഞു പോയാൽ നബിക്ക് അവരുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് കാത്തിരുന്ന് റസൂലുള്ളാഹി കുറച്ച് കഴിഞ്ഞതിന് ശേഷം സഹാബികൾ അനസ് റളിയല്ലാഹു അൻഹുമായി ഇറങ്ങിപ്പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചിലർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്.
വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പോകുന്നത് വരെ പിന്നെയും പുറത്തേക്ക് പോവുകയോ അവരുടെ ഭാര്യയുടെ അടുത്ത് കയറാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തു. ഇത് വലിയ പ്രശ്നമായപ്പോഴാണ് ഈ ആയത്തിറക്കുന്നത്. ഈ ആയത്ത് സ്ത്രീകളും പള്ളിയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പാലിക്കേണ്ട മര്യാദ, ഭക്ഷണം കഴിഞ്ഞാൽ പിരിഞ്ഞു പോകേണ്ട മര്യാദ, ഭക്ഷണമാകുന്നത് വരെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള മര്യാദ, ഇതൊക്കെ പറഞ്ഞ് നബിയെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള പ്രശ്നം. അള്ളാഹു സത്യം പറയുന്നതിന് മടി കാണിക്കുകയില്ല. നബിക്കത് ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളൊന്ന് പോയി തരുമോ എന്ന് നബി പറയില്ലല്ലോ. അപ്പോൾ അത് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഈ ആയത്ത്. ഇതിൽ എവിടെയാണ് പെണ്ണുങ്ങളും പള്ളിയും? ഇതിലെവിടെയാണ് സ്ത്രീകളെ വിലക്കുന്ന വിഷയം? അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ പറയുന്ന മറ്റൊരു ട്രിക്കുണ്ട്. ഇത് ഒന്നാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല. മുൻകാലത്തുള്ള ജാഹിലിയ കാലത്ത് സ്ത്രീകൾ ഇങ്ങനെ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർ വിലസിയതുപോലെ വളരെ മോശമായി വസ്ത്രം ധരിച്ച് ആളുകളോട് ഇടകലർന്ന് മോശമായി പെരുമാറിയതുപോലെ നിങ്ങൾ പെരുമാറരുത് എന്ന ആയത്തോടുകൂടെ പെണ്ണുങ്ങൾക്ക് പള്ളി വിലങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇതൊക്കെ ഈ രണ്ട് ഘട്ടത്തോടു കൂടിയാണ് ഹിജാബിൻ്റെ ആയത്ത് വന്നതെന്നും അതോടുകൂടി എന്ത് ചെയ്തു, പെണ്ണുങ്ങൾക്ക് പള്ളി വിലങ്ങി എന്നുമാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ആദ്യത്തെ ആയത്ത് ഇതുമായി ബന്ധമില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് ഹിജാബിൻ്റെ ആയത്ത്. എന്നിട്ട് അതിൽ കണ്ടില്ല നിങ്ങൾ, പിന്നെ ഹിജാബ് എന്ന വാക്ക് അതിൽ വന്നതുകൊണ്ടാണ് ആ പേര് അതിന് വന്നത്. എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കണം എന്ന് പുരുഷന്മാരോടാണ് പറയണത്. നിങ്ങൾ മറയ്ക്ക് പിന്നിൽ നിന്ന് അവരോട് സംസാരിക്കണം. കാരണം നബിൻ്റെ ഭാര്യമാരാണ്. നിങ്ങളുടെ മനസ്സുകളിൽ പരസ്പരം ഒന്നും തോന്നാൻ പാടില്ല, അതിൻ്റെ മര്യാദ പറയണമെന്നാണ്. ഇവിടെ പള്ളിയും പിന്നെ പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട വിഷയമല്ല. എന്നാൽ ഇവർ ഈ പറയുന്ന രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല ഈ ആയത്ത് വഖർന ഫീ ബുയൂത്തികുന്ന എന്ന് പറഞ്ഞ ആയത്ത് അവതരിച്ചതിന് ശേഷം ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയുന്നു, നോക്കുക. വഖർന ഫീ ബുയൂത്തികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ, ഐ ഇൽസംന ബുയൂത്തികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടതുണ്ട് എന്ന് ഭാര്യമാരോട് പറഞ്ഞതിന് ശേഷം ഫലാ തഖ്റുജ്ന ലി ഗൈരി ഹാജ, ആവശ്യത്തിന് വേണ്ടിയല്ലാതെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ വിശദീകരണം അദ്ദേഹം പറയട്ടോ. ഫലാ യഖ്റുജ്ന ലി ഗൈരി ഹാജത്തിൻ, ആവശ്യത്തിന് വേണ്ടിയല്ലാതെ പുറത്തിറങ്ങരുത്. ഇനി ബാക്കി കേട്ടോളൂ. വമിനൽ ഹവാഇജി ശർഇയ്യ, ശരീഅത്ത് അനുവദിച്ച ആവശ്യങ്ങളിൽപ്പെട്ടതാണ് അസ്വലാത്തു ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം. പെണ്ണുങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ശരീഅത്ത് അനുവദിച്ചതാണ്. ബിഷർത്തിഹി, അതിനുള്ള നിബന്ധനയോടുകൂടി. ആ നിബന്ധന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വൽ യഖ്റുജ്ന വഹുന്ന തഫിലാത്തിൻ, അവർ അണിഞ്ഞൊരുങ്ങി ആഡംബരപൂർണയായി സുഗന്ധം പൂശി ആളുകളെ വശീകരിക്കുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടരുത്. നേരെ മറിച്ച് അടക്കത്തോടും ഒതുക്കത്തോടും പുറപ്പെടണം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാ, അള്ളാൻ്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ടാണ് ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായത്തിന്? വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറുജ്ന തബറുജ ആയത്തിലൂല, ഹിജാബിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്ന അങ്ങനൊരു ഘട്ടം ഈ വിഷയത്തിലില്ല. ഇതൊക്കെ ഒരു സൂറത്തിലെ 2-3 ആയത്തുകൾ വ്യത്യാസമായി ഇറങ്ങിയ ആയത്തുകളാണ് സൂറത്തുൽ അഹ്സാബിലെ. ഇവിടെയൊന്നും പെണ്ണും പള്ളിയും തമ്മിൽ ബന്ധപ്പെട്ട വിഷയമല്ല. നമ്മൾ ചോദിച്ചു നോക്കൂ, ആരോട് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. ഈ ആയത്തിറങ്ങിയതിന് ശേഷം പെണ്ണുങ്ങൾക്ക് പള്ളി വിലങ്ങി, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു വചനം അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം, റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ നിന്ന് ഒരു വചനം.
ഏതെങ്കിലും ഒരു വചനം റസൂലുള്ള പെണ്ണുങ്ങൾക്ക് പള്ളി നിഷിദ്ധമാണ്, ഈ ആയത്തിറങ്ങിയതോടുകൂടി പള്ളി ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വചനം ഖുർആനിലോ പ്രവാചകൻ്റെ വാക്കുകളിലോ ദുനിയാവിൽ ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ നോക്കൂ, ഷാഫി മദ്ഹബിലെ ഞങ്ങളുടെ ഇമാം ഷാഫിയാണെന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, വലാ ഉഹിബ്ബു മിമ്മല്ലഹു തർക്കുൽ ജുമുഅ മിനൽ അഹ്റാറി ലിൽ ഉദ്രി വലാ മിനൻ നിസാഇ വഗൈറിൽ ബാലിഗീന വൽ അബീദി അൻ യുസല്ലിയൽ ളുഹ്റ ഹത്താ യൻസ്വരിഫൽ ഇമാമു ഔ യതഅഖ ഇൻസിറാഫഹു ബി അൻ യഹ്താത ഹത്താ യറാ ഖദ് ഇൻസറഫ ലിഅന്നഹു ലഅല്ലഹു യഖ്ദിറു അലാ ഇതിയാനിൽ ജുമുഅ ഫയകൂനു ഇതിയാനുഹാ ഖൈറൻ ലഹു. നിങ്ങൾ നോക്കൂ, ഇമാം ഷാഫി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ. എന്താണ് അദ്ദേഹം പറഞ്ഞറിയോ? ജുമുഅ നിർബന്ധമില്ലാത്ത, കേൾക്കണം, ജുമുഅ നിർബന്ധമില്ലാത്ത സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, യാത്രക്കാർ, അടിമകൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞതിന് ശേഷം ഇവരാരും വെള്ളിയാഴ്ച ദിവസം ളുഹ്ർ നിസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് അവരുടെ കാരണങ്ങൾ നീങ്ങി എന്ന് പറഞ്ഞാൽ രോഗിക്ക് രോഗം മാറുകയോ അല്ലെങ്കിൽ യാത്രക്കാരൻ യാത്ര അവസാനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജുമഅക്ക് വരേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഇമാമ് ളുഹ്ർ നിസ്കരിച്ചു, പള്ളിയിലെ ഇമാമ് ജുമഅ നിസ്കരിച്ച് കഴിഞ്ഞു എന്നുറപ്പ് വരാതെ ഇവരാരും ളുഹ്ർ നിസ്കരിക്കരുത്. എങ്ങനെയെങ്കിലും ഇവർക്ക് ജുമഅക്കെത്താൻ കഴിഞ്ഞാൽ അവർക്ക് ജുമഅക്ക് വരലാണ് ഖൈർ എന്നാണ്. വീടാണ് ഖൈർ എന്നല്ല, ഖൈർ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ഇമാം ഷാഫി പറയുന്നതാണ്. നമ്മൾ ഈ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ ബോധപൂർവം പറയണേ. ആ വാക്ക് പറഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉത്തമമായ എല്ലാ സഹാബ വനിതകളും, ഉത്തമരായ ഈ സഹാബ വനിതകൾ, ഫാദിലാത്തായ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ ശ്രേഷ്ഠം വീടുകളായിരുന്നെങ്കിൽ ഒരിക്കലും അവർ പള്ളിയിലേക്ക് പുറപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഹൈറായ മാർഗത്തിലേക്ക് അവർ പള്ളിയിൽ വന്നും പോയും കൊണ്ടിരുന്നു. എല്ലാ ജമാഅത്തുകൾക്കും പ്രത്യേകിച്ച് രാവിൽ ഇരുട്ടിലുള്ള സുബഹി നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും പോയിരുന്നു എന്ന് പ്രത്യേകമായി നമ്മൾ പറഞ്ഞു, ഹദീത്തുകളിൽ വന്നു. ഇതാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഇവിടെ പെണ്ണുങ്ങൾക്ക് അവർ വെള്ളിയാഴ്ച ദിവസം ളുഹ്ർ നിസ്കരിക്കണത് പിന്തിപ്പിക്കണം, ജുമഅ പിരിഞ്ഞു എന്ന് ഉറപ്പ് വന്നിട്ടേ മതി. കാരണം എങ്ങനെയെങ്കിലും ജുമഅക്ക് പോകാൻ പറ്റുമെങ്കിൽ അതാണ് അവർക്ക് നല്ലത് എന്ന് പറഞ്ഞതാരാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അതിനാൽ മനസ്സിലാക്കുക, ഈ വിഷയകമായി ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞൊരായത്ത് പെണ്ണുങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ടിറങ്ങിയതല്ല. 2, ഇമാം ഷാഫി തന്നെയും ഈ വിഷയം പറഞ്ഞത് നമ്മൾ കേട്ടു. വീടാണ് ഉത്തമമെന്നല്ല, കഴിയുന്നത്ര സ്ത്രീകൾ പള്ളിയിൽ പോകലാണ് ഉത്തമം. അത് കഴിഞ്ഞിട്ട് ളുഹ്ർ നിസ്കാരം നിർവഹിച്ചാൽ മതി. കാരണം സമയം കഴിഞ്ഞാൽ പിന്നീട് ളുഹ്ർ നിസ്കരിക്കണമല്ലോ. എങ്ങനെങ്കിൽ ജുമഅക്കെത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞത്. ഇനി 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി, അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞൊരു വാക്ക്, വളരെ പ്രസിദ്ധമായൊരു വാക്കുണ്ട്. നിങ്ങൾ നോക്കൂ, വഖദ് നഖല ഇബ്നു മുൻദിറിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, വഗൈറഹു മറ്റു പണ്ഡിതന്മാരിൽ നിന്നും, അൽ ഇജ്മാ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു പറഞ്ഞ ഒരു കാര്യം, അല അന്നഹ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലൗ ഹലറത്ത് വസല്ലത്തിൽ ജുമുഅ, അവൾ ജുമഅക്ക് വന്നാൽ അവൾക്ക് ആ ജുമുഅ അനുവദിക്കപ്പെട്ടതാണ്. വഖദ് സബത്തത്തിൽ അഹാദീസു സ്വഹീഹത്തുൽ മുസ്തഫീല, ഈ വാക്ക് നിങ്ങൾ ശരിക്ക് കേൾക്കണം. ധാരാളം ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്ന നിസാഅകുന്ന യുസല്ലീന ഖൽഫ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അവർ നമസ്കരിച്ചതായി ഫി മസ്ജിദിഹി, നബിൻ്റെ പള്ളിയിൽ വെച്ച്, ഖൽഫർ റിജാലി പുരുഷന്മാരുടെ പിന്നിൽ നിന്ന്. നിങ്ങൾ നോക്കൂ, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി പറഞ്ഞ വാക്കാണ് ഈ കേട്ടത്. ഷാഫി ഇമാമിൻ്റെത് കേട്ടല്ലോ, അവർ ജുമഅക്ക് വരലാണ് ഉത്തമം. ഇമാം നവവി പറയാണ്, ധാരാളം, ഒന്നും രണ്ടും അല്ല, ധാരാളം ഹദീസുകൾ ജാഅത്തിൽ അഹാദീസു സ്വഹീഹത്തുൽ മുസ്തഫീല, ദുർബലമായ ഹദീസല്ല, ഏറ്റവും സ്വഹീഹായ ധാരാളം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ് അവൾ ജുമഅക്ക് വന്നാൽ അവൾക്ക് ശറഅ് അനുവദിച്ചതാണ്. അതാണ് നമ്മൾ
ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പുണ്യമുള്ള പ്രതിഫലാർഹമായ കാര്യമാണ് ജുമാക്ക് സ്ത്രീകൾ വരലും ഖുത്ബ കേൾക്കലും അവിടുത്തെ പുരുഷന്മാരുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കലുമെന്ന് പ്രവാചകൻ്റെ കാലത്ത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനാലാണ് നമ്മൾ ഈ കാര്യം വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. ഇതിന് ശേഷം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാ അത് നാളെ സൂചിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം നാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ ഹിജാബിൻ്റെ ആയത്തിന് ശേഷം പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നത് മാത്രമല്ല, വീടാണ് ഉത്തമം എന്ന ഹദീസുണ്ടല്ലോ, വബുയൂത്തഹുന്ന ഖൈറല്ലഹുന്ന ഹദീസുണ്ടല്ലോ. ആ ഹദീസിനെ പറ്റി എന്താണ് നമ്മുടെ അഭിപ്രായം? അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാ നാളെ പറയാം. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളായി നമ്മളെല്ലാവരെയും മാറ്റിയെടുക്കുമാറാവട്ടെ. മരണസമയം ഈമാനോടുകൂടെ മരണപ്പെട്ടു പോകുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.